ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ മദ്രസ വിട്ട് വന്നൊക്കെ ഉള്ളൂ. അപ്പോഴാണ് ഉപ്പച്ചി മോരും വെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി മോരും വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ആദ്യം ഈ തൈര് വെച്ചിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വയ്ക്കാം. ഇത് കുറച്ച് വെച്ചാൽ മതി, കുറച്ച് ഉണ്ടാക്കും. നമുക്ക് നല്ല എരിവുള്ള കാന്താരി മുളക് ഇടാം. ഒരു 3 ഇടാം അല്ലേ. അപ്പൊ എരിവ് കുറച്ച് കൂടുതൽ കേട്ടോ. നമുക്ക് ഭയങ്കര എരിവാട്ടോ ഈ കാന്താരി മുളകിന്. ഇതിലേക്ക് ഇനി കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കരിയേപ്പിന്റെ ഇലയാണ്. അപ്പൊ കരിയേപ്പിന്റെ ഇല, അതാണ് കരിയേപ്പിന്റെ ഇല. അപ്പൊ ആ കരിയേപ്പിന്റെ ഇല കുറയ്ക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഒന്നും മതിട്ടോ, കുറച്ച് ഓക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്കിത് അടിക്കാം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറവുള്ളതും കൂടുതലുള്ളതും എന്താണ് ചെയ്യാം. ഗായ്സ്, ഇവിടെ കറ്റാർവാഴ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കറ്റാർവാഴ മുഖത്തിനൊക്കെ നല്ലതാട്ടോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറ്റാർവാഴ ഒന്ന് കുറച്ചെടുത്ത് തേക്കാം. അപ്പൊ ഗൈസ്, ഞാനും ആമിയും ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങള് കറ്റാർവാഴൊക്കെ തേച്ച് മുഖത്ത് തേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ്, ഈ മുള്ള് നമ്മളൊന്ന് ചെത്തി കൊടുക്കണം, അല്ലെ കയ്യിൽ. ഇവിടെ എന്റെ കൂടെ ആമി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മള് ഇത് നല്ല വാഷ് ചെയ്തെടുക്കണം. അപ്പൊ ഗൈസ്, കറ്റാർവാഴന്റെ ജെല്ലാണ് നമുക്ക് ആവശ്യം. ഈ ജെല്ലാണ് നമ്മൾ മുഖത്തേക്ക് തേക്കേണ്ടത്. അപ്പൊ ഗൈസ്, ഞാനിവിടെ മുഖത്ത് തേച്ചിട്ട് വെയിലത്തിറങ്ങാൻ പാടില്ല. ആ സമയത്താണ് ഇപ്പച്ചക്ക് ഒരു കൊറിയർ വന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് നോക്കാം. ചെയ്തപ്പോ കിട്ടിയ സാധനം ഇത് ഉപ്പച്ചീന്റെ ബൈക്കിൽ ഒരു ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ആട്ടോ ഇത്. ഞാനിത് ഉപ്പച്ചീനെ കാണാണ്ട് എടുത്തത്, അൺബോക്സ് ചെയ്തത്. ഇത് ഉപ്പച്ചീനെ കാണാണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ എടുത്തു വെക്കാം. അപ്പൊ എല്ലാം കഴിഞ്ഞ് മാമി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോ മാമിനെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ നമ്മള് ഉച്ചക്കത്തെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ 1 ബയർ ആട്ടോ. ഇനി നമുക്കിത് കഴുകിയെടുക്കാം. ഞാൻ കുക്കറിലേക്ക് ഇടട്ടെ. വറവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, മതി. ഇത് ഇനി മൂടി വെക്കാം. അപ്പൊ ഗായ്സ്, ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് ഒരു പെൻസിൽ ഓർഗനൈസർ ആണ്. നമുക്ക് പെൻസിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ ഒരു പൗച്ച് പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ആ സാധനം ഉണ്ടാക്കാം. ഭാഗമായിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുത്ത് ഇവിടെ ഇതേപോലത്തെ ഒന്ന് ഒട്ടിച്ചും കൊടുത്ത്. ഇനി നമുക്ക് ഈ അറ്റത്ത് ഇവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻസ് കൊടുക്കാം. പുറത്തും അറ്റത്തൊക്കെ നമുക്ക് ഡിസൈൻസ് കൊടുക്കാം. അപ്പൊ ഗൈസ്, ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കുറച്ച് ആർഭാടങ്ങൾ കൂടിക്കോട്ടെ. ഞാൻ ഉള്ളിൽ ഫുള്ളും ഡിസൈൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി പുറകിൽ ഈ ഒരു വശത്തും കൊടുക്കാം.
ഇതാണ് നമ്മളെ സാധനം എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുറക്കുവാണെങ്കിൽ ഇവിടെ കുറച്ച് നമുക്ക് ഇതേപോലെ സ്കെറ്റ്സും ഇതൊക്കെ ഇട്ട് വെക്കാം. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, എൻ്റെ സ്റ്റഡി ടേബിൾ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. എല്ലാവരിലും ബുക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക, പക്ഷെ എൻ്റെ അങ്ങനെയല്ല. എൻ്റെ ഞാൻ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ആമീൻ്റെത്. ആമീൻ്റെ അങ്ങനെ കേട്ടോ. താഴത്തെ അറയിൽ അവൾ ഉണ്ടാക്കിയതും അവളുടെ സ്കെച്ച്സും അതും, പിന്നെ മേലെ ബുക്ക്, അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിസരം നമുക്കൊന്ന് നീറ്റാക്കി വെക്കാം. ആദ്യം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ സ്ഥലത്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ നോട്ടെ. അങ്ങനെ ഒരുവിധം എനിക്കിവിടെ പറ്റാവുന്ന പോലെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കോലം. ഇനി നമുക്ക് പുറത്തേക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. മൈരുബായി ഞങ്ങളൊരു കുടുംബക്കാരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.